ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും സ്പോഞ്ചിയുമായ ഒരു ചോക്ലേറ്റ് പൗണ്ട് കേക്കാണ്. അവനില്ലാതെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. കേക്കിന് ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെഷർമെന്റ്സ് കറക്റ്റ് ആയാലേ കേക്ക് നല്ല ടെക്സ്ചറിലും നല്ല ടേസ്റ്റിയുമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മെഷർമെന്റ്സ് എടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. കേക്കിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇതൊരു ഫിൽറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. 2 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും, പിന്നെ നന്നായിട്ട് പൊങ്ങിയും കിട്ടും. അപ്പൊ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങളുടെ അടുത്ത് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഒരു 30 ഗ്രാംസ് ആണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട 2 മുട്ട ബീറ്റ് ചെയ്യാം. മുട്ട എപ്പോഴും ആദ്യം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മാത്രമേ മിക്സിംഗ് ബൗളിലേക്ക് ഇടാവുള്ളൂ. കാരണം മുട്ടയുടെ ഷെല്ല് വീണാലോ ഇല്ലെങ്കിൽ മുട്ട ചീത്ത ആയാലോ പിന്നെ അത് മാറ്റാൻ പാടായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. കേക്കിൽ മുട്ട ചേർക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് കേക്കിൽ മുട്ടച്ചവ വരുന്നതെന്ന്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ കറക്റ്റ് അളവിൽ എസൻസും ചേർത്ത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ കേക്കിൽ ഒരു മുട്ട ടേസ്റ്റും കാണില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 11 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 135 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്യാം. ആദ്യം തന്നെ എല്ലാം കൂടെ ഇടരുത്, ബീറ്റായി കിട്ടില്ല. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പൊ ഇതാ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ കുറച്ച് മിക്സ് മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ചേർത്തത്. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. മൈദ ഇങ്ങനെ മിക്സ് ആവാതെ കിടക്കാൻ പാടില്ല. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 9 ഇഞ്ച് ടിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബേക്കിംഗ് പേപ്പർ വെക്കാം. നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ടിന്നിന്റെ ഒരു 1/4 ഭാഗമേ ബാറ്റർ ഒഴിക്കാവൂ. എന്നിട്ടൊരു 3 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എയർ ബബിൾസ് ഒക്കെ പൊയ്ക്കോളും. പിന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വെച്ച് ടോപ്പിംഗ്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചു. ഇനി അതിലേക്ക് നമുക്കൊരു ബേസ് വെച്ച് കൊടുക്കണം. ഒരു പ്ലേറ്റോ സ്റ്റാൻഡോ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഒരിക്കലും കേക്ക് ടിൻ ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്. ഇനി കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി.
നമ്മൾ കേക്ക് കുക്കാക്കുമ്പോൾ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് പോയി തുറന്നു നോക്കരുത്. അങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങിയും വരില്ല, അതിന്റെ സെന്റർ പോർഷൻസ് ഒന്നും വെന്തും കിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും തുറന്നു നോക്കരുത്. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് കുക്കായോ എന്ന് നോക്കാം. ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സ്ക്യൂവർ നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. നോക്കൂ, നല്ല സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.